സംസ്ഥാന വ്യാപകമായി ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും UDFന്റെ മാർച്ചുകളിൽ പരക്കെ സംഘർഷമുണ്ടായി. തിരുവനന്തപുരത്തും കണ്ണൂരും കോട്ടയത്തും പത്തനംതിട്ടയിലും വയനാട്ടിലും പാലക്കാട്ടും പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടി. പാലക്കാട് ലാത്തിചാർജിൽ കലാശിച്ചു. കൊല്ലത്ത് ഏതാണ്ട് ലാത്തി വീശുന്ന അവസ്ഥയുണ്ടായി. തിരുവനന്തപുരത്ത് 18ഓ 20ഓ തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയില്ല. അങ്കമാലിയിൽ കുറെ കൂടി കടുത്ത പ്രതിഷേധം. മന്ത്രി VN വാസവന്റെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീണ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ വാഹനം തടഞ്ഞു. ആ വാഹനം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് മേലും എനിക്ക് തോന്നുന്നു അവരെ പ്രവർത്തകരെ പിടിച്ചു മാറ്റാനെത്തിയ പോലീസിന് മേലെയും ഒക്കെ ആ വാഹനം മുട്ടുകയും ഒക്കെ ചെയ്തു. 3-4 പ്രവർത്തകർ റോഡിലേക്ക് തെറിച്ചു വീണു. ആ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടതാണ്. നേരത്തെ നമ്മൾ കണ്ട ആ ദൃശ്യങ്ങൾ അവിടെ മന്ത്രി VN വാസവനെ കരിങ്കൊടി കാണിച്ച് പ്രതിഷേധിക്കാനെത്തിയ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തിപ്പോൾ പൂർണ്ണമായും നീക്കിയിട്ടുണ്ട്. കൊച്ചിയിൽ ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസർ DMO ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു. കുറേ സമയമായി അവിടെ ഒരു സംഘർഷാവസ്ഥ കൊച്ചിയിൽ DMO ഓഫീസിന് മുന്നിലുണ്ട്. അവിടെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടരുകയാണ്. DCC അധ്യക്ഷൻ അവിടെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൊട്ടു പിന്നാലെ അവിടെയും ഏതാണ്ട് സംഘർഷ സമാന സാഹചര്യമാണ്. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിതിൻ അംബുജൻ വിവരങ്ങൾ നൽകും. നിതിൻ, എന്താണ് കൊച്ചിയിലെ സാഹചര്യം? അവിടെ പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണോ? വിജയകുമാർ, പ്രവർത്തകരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് എറണാകുളം സംസ്ഥാനത്തുടനീളം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടക്കുന്നത്. എറണാകുളം DMO ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിലായിരിക്കുകയാണ്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു. ആ ദൃശ്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ഏതാണ്ട് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതോടൊപ്പം തന്നെ പോലീസ് നേരെ പ്രവർത്തകർ കല്ലെറിയുന്നൊരു സാഹചര്യമുണ്ടായി. നേരത്തെ ഹൈബീഡൻ MP ഉദ്ഘാടനം ചെയ്ത ശേഷമാണ് പിന്നീട് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. പലകുറി പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ അപ്പോഴും പോലീസ് തടഞ്ഞു. അതിനുശേഷമാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായത്. നിലവിലിപ്പോൾ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുകയാണ്. പോലീസിന്റെ വാഹനത്തിന് മുന്നിൽ പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് ഇന്ന് DMO ഓഫീസിലേക്ക് ആഹ്വാനം ചെയ്തത്. നമുക്കറിയാം, കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണുണ്ടായ അപകടത്തിൽ ബിന്ദു എന്ന സ്ത്രീ മരിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയാകെ തകർന്നിരിക്കുകയാണ്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം അതിപ്പോൾ സംഘർഷത്തിലേക്ക് കലാശിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ആ ദൃശ്യം നമ്മൾ കാണുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ നോബൽ ഉൾപ്പെടെയുള്ള നേതാക്കളെയാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. പ്രവർത്തകരെ പോലീസ് ഇപ്പോൾ വലിച്ചഴിച്ച് കൊണ്ടുപോകുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. എന്തായാലും പ്രവർത്തകർ കൂടുതൽ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കൂടുതൽ പേർ ഇപ്പോൾ ബസ്സിന് മുന്നിലായി കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. DMO ഓഫീസിന് മുന്നിലാണ് ഈ ഒരു സംഘർഷമുണ്ടായത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്ന തുടർന്നാണ് സംഘർഷമുണ്ടായത്. നിലവിലിപ്പോൾ പ്രവർത്തകരെ ഓരോരുത്തരെ പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കുന്നു. നേരത്തെ ഏതാണ്ട് 4 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും പോലീസ് നേരെ കല്ലെറിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിലേക്ക് പോകുന്നു. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിജയകുമാർ, ഇത് എറണാകുളത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ കാര്യാലയത്തിലേക്കായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച്. ഹൈബീഡൻ MP മാർച്ച് ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷം അവിടെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുകയാണ്. റോഡിലും വാഹനത്തിന് മുന്നിലുമൊക്കെ കിടന്ന് പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. അവരെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകർ അത് ചെറുക്കുകയും ചെയ്യുന്നുണ്ട്. സംഘർഷ സാഹചര്യം അവിടെയുണ്ട്. പക്ഷേ മറ്റു ജില്ലകളിൽ കണ്ടതുപോലെ ഒരു പോലീസ് ലാത്തിചാർജിലേക്കൊന്നും അവിടെ കാര്യങ്ങൾ പോയിട്ടില്ല. പാലക്കാടായിരുന്നു ലാത്തിചാർജ് ഉണ്ടായത്. കൊല്ലത്തും ഏതാണ്ട് അതിന് സമാന സാഹചര്യമുണ്ടായി. തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അങ്കമാലിയിൽ മന്ത്രി VN വാസവന് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പിന്നീട് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രവർത്തകർക്ക് അവിടെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ വിവിധ ജില്ലകളിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുന്നു എന്ന വിവരമാണ് ഈ മണിക്കൂറുകളിൽ വരുന്നത്. അതിൽ പലയിടത്തും ജലപീരങ്കി പ്രയോഗിച്ചും ലാത്തി വീശിയുമൊക്കെ പ്രവർത്തകരെ പ്രതിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചു. ചിലയിടത്ത് അത് വിജയിച്ചു. മറ്റു ചിലയിടത്ത് പ്രതിഷേധക്കാർ പോലീസിനെ പ്രതിരോധിക്കുകയും ചെയ്തു. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് പാലക്കാട്ട് ലാത്തിചാർജിൽ പരിക്കേറ്റിട്ടുണ്ട് എന്ന വിവരവും വരുന്നുണ്ട്. ഇത് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് അങ്കമാലിയിൽ മന്ത്രി VN വാസവനെ
അപ്രതീക്ഷിതമായി അവിടേക്ക് എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടി തടയുന്ന ദൃശ്യങ്ങളാണ്. പ്രവർത്തകർ പ്രതിഷേധിച്ചതോടെ മന്ത്രിയുടെ വാഹനം ഏതാനും നിമിഷം റോഡിൽ നിർത്തിവെക്കേണ്ടി വന്നു. ഒരു സാഹസിക പ്രതിഷേധമായിരുന്നു. നീങ്ങുന്ന വാഹനത്തിലെ മുന്നിലേക്ക് പ്രവർത്തകർ അങ്ങനെ ചാടി വീഴുകയായിരുന്നു. അതിൽ പ്രവർത്തകർക്ക് അവിടെ ഈ വാഹനം തട്ടി പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ഞങ്ങളുടെ പ്രതിനിധി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരും വളരെ സാഹസികമായാണ് ഈ പ്രവർത്തകരെ അവിടെ മാറ്റാൻ ശ്രമിച്ചത്. അതിനിടയിൽ അവർക്കും പരിക്കേറ്റിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു. സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മറ്റു വിശദാംശങ്ങളിലേക്ക് വരും.